അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ ഇത് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് കൊടുക്കണ്ട, അത് എനിക്ക് തന്നേക്ക്, ഞാൻ പണിതെടുത്തോളാം. പിന്നെ വിന്റേജ് കാറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ. വിന്റേജ് കാറായിട്ട് മാറണേന്ന് ഇപ്പൊ 3 പേരൊക്കെ ഇരുന്ന് പോകാനാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ട് ആയിട്ട് ഇരുന്ന് പോകാം. 4 പേരാകുമ്പോഴേക്കും പവർ ഫീൽ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനൊരു വണ്ടി ഭയങ്കര ആസ്വദിച്ച് ഓടിക്കണ ആളാണ്. ഞാൻ 40-ന് വില പൊതുവെ കയറ്റാറില്ല വണ്ടി. കയറ്റം വലിക്കാനുള്ള ബുദ്ധിമുട്ടോ വലിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല വണ്ടിക്ക്. വണ്ടി ഏത് കയറ്റം വേണേലും കയറിക്കോളും. പിന്നുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന് മുമ്പാണെങ്കിലും കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകണം. പിന്നെ അത് കഴിഞ്ഞ ഒരു എഞ്ചിൻ കംപ്ലൈന്റും കൂടെ വന്നായിരുന്നു. അതും കൂടെ കൂട്ടിയപ്പോഴേക്ക് ഇപ്പൊ ഓവറോൾ കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 1.3 ലാക്ക് അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു കിടലൻ മാരുതി 800 ആണ്. ആക്ച്വലി ഞാൻ കുറേ കാലമായി ഒരു നല്ല മാരുതി 800 ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് തപ്പി കിടക്കണം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നീറ്റായിട്ടുള്ള ഒരു വണ്ടി ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അപ്പോൾ കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു മാരുതി 800 കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ ഓണർ എൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് ഓണറേയും കൂടി ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ബ്രോ. ഓക്കെ, അപ്പോൾ ബ്രോയുടെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? പേര് ഹരികൃഷ്ണൻ, വീട് എടപ്പള്ളിയിലാണ്. ഇതിപ്പോ സ്വന്തം വണ്ടിയാണ്? ഇത് സ്വന്തം വണ്ടിയാണ്. ഓണർഷിപ്പ് വില്ലിച്ചന്റെ പേരിലാണ് കിടക്കണത്. ഉപയോഗിക്കണ ഫുള്ള് ഞാനാണ്. സിംഗിൾ ഓണർ ആണല്ലേ? ഇതിപ്പോ ഏത് ഇയർ ആയിരുന്നു വണ്ടി? 2004 ആണ്. MPF എഞ്ചിനാണ് വരുന്നത്. MPF എഞ്ചിനാണല്ലേ? ഓക്കെ. പിന്നെ ഇതിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് അത്യാവശ്യം അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ടൈപ്പ് 2 ആയിരുന്നു വണ്ടി. ഇപ്പൊ ടൈപ്പ് 3 ആക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ സൈഡ് വരുവാണെങ്കിൽ മോമോ സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ട്, പെഡൽസ് എല്ലാം മാറിയിട്ടുണ്ട്, ഗിയർ നോബ് മാറിയിട്ടുണ്ട്, കുറച്ച് സൗണ്ട് സിസ്റ്റം കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പെയിന്റും റീപെയിന്റഡ് ആണല്ലേ? കുറച്ച് റെയർ ആയിട്ടുള്ള പെയിന്റ് ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞ ഈ വണ്ടി ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കളറാണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്യണത്. അതെല്ലാവർക്കും അട്രാക്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു അലോയും തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു 800ന്റെ കാര്യം നോക്കുവാണെങ്കിൽ 83-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 800 ലോഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2004 വരെ എങ്ങാണ്ട് ബെസ്റ്റ് സെല്ലിംഗ് കാറായിരുന്നു ഇന്ത്യയിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2010 ആയപ്പോഴത്തേക്കും പയ്യെ വണ്ടി നിർത്താനുള്ള പരിപാടികളൊക്കെ ആലോചിച്ച് തുടങ്ങിയായിരുന്നു മാരുതി. എന്നിട്ട് പിന്നെ ഒരു 2016 ആയപ്പോഴത്തേക്കും ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയാനുള്ളത്. ബ്രോ, അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ ഈ ഒരു 800ലേക്ക് എത്തി എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ? 800ലേക്ക് എത്തിയത് വീട്ടിലുണ്ടായിരുന്ന ഒരു കാറ്. അത് ഓൾറെഡി ഉണ്ടായിരുന്ന വണ്ടിയാണ്. അതെ. പിന്നെ എപ്പോഴും എന്നും കാണുന്ന വണ്ടി. അതായത് ഐ തിങ്ക് ഞാൻ UKG പഠിച്ചപ്പോഴാണ് വണ്ടി മേടിച്ചത് വീട്ടില്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് പിന്നെ നമ്മൾ ഇത്രയും കാലം വരെ ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടി. ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ഒരു വണ്ടി തന്നെ കണ്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ ഇത് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് കൊടുക്കണ്ട, അത് എനിക്ക് തന്നേക്ക്, ഞാൻ പണിതെടുത്തോളാം. അങ്ങനെ ജസ്റ്റ് ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി റണ്ണിങ് ആയിരുന്നില്ല, ബാറ്ററി ഒക്കെ പോയി കിടക്കണായിരുന്നു. പിന്നെ കുറച്ച് പണി ഉണ്ടായി എന്ന് വെച്ചാൽ പാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് വേണ്ടി വന്ന് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പെയിന്റിങ്ങിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊന്ന് റീപെയിന്റും അലോയ്സ് ഒക്കെ ചെയ്തത്. ഇപ്പൊ വണ്ടി ഓവറോൾ ഒരു ക്യൂട്ട് ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ വണ്ടികൾ എപ്പോഴും ക്യൂട്ട് ആയിരിക്കുമല്ലോ. അതെ. ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന് മുമ്പാണെങ്കിലും കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അട്രാക്ട് ചെയ്യും പെട്ടെന്ന്. പിന്നെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഈ ബോക്സി ടൈപ്പ് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഷേപ്പ് ബോക്സ് വരുന്നത്. സോ ഇതൊക്കെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി കൈമാറി കിട്ടിയൊരു വണ്ടിയാണ്. കൈമാറി കിട്ടിയതാണ്. ഓണർഷിപ്പ് ആളുടെ പേര് തന്നെയാണ്. പക്ഷെ ഉപയോഗിക്കണ ഞാനാണ് വണ്ടി. ഫുള്ള് റീസ്റ്റോർ ചെയ്ത്. ബ്രോ, അപ്പൊ ഈ ഒരു വണ്ടി ഉപയോഗിച്ച് വെച്ചിട്ട് ഇതിന്റെ ഒരു സ്പേസ് ഒക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തേക്കണേ? കാര്യം നമ്മളെല്ലാവരും 800 ഉപയോഗിച്ചിട്ടുണ്ടാവും, ഒരു പ്രാവശ്യമെങ്കിലും അതിൽ കയറിയിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. എന്നാലും ബ്രോയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എങ്ങനെ ഫീൽ ചെയ്തേക്കണേ?
നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 3 പേരൊക്കെ ഇരുന്ന് പോകാനാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ട് ആയിട്ട് ഇരുന്ന് പോകാം. 4 പേരാകുമ്പോഴേക്കും പിന്നെ പോലത്തെ 2 പേര് ഫ്രണ്ടിൽ ഇരുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ സീറ്റൊക്കെ ബാക്കിലേക്ക് വലിച്ചിടും. അപ്പൊ ഈ ബാക്കിലിരിക്കുന്ന ആളുടെ ലെഗ് സ്പേസ് പോകും. അപ്പൊ അത് കുറച്ച് കൺജസ്റ്റഡ് ആവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 പേർക്ക് ഇരുന്ന് അത്യാവശ്യം നന്നായിട്ട് പോവാം, 4 പേർക്ക് ഇരുന്ന് പോവാം. ഞങ്ങൾ 5 പേര് ഇരുന്ന് പോവാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ട്, ഡിസ്കംഫർട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. പിന്നെ ബോഡി റോളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ബോഡി റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ് മാരുതി 800 എന്ന് പറയുന്നത്. ഓക്കെ, കാണുമ്പോൾ ചെറിയ വണ്ടിയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ കയ്യിൽ ചെയ്യും വണ്ടി. അങ്ങനെ പോയി പെട്ടെന്ന് അങ്ങോട്ട് പോയി കയറും, ഒലച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റെബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ സസ്പെൻഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്, വേറെ വലിയ പ്രശ്നങ്ങൾ. സസ്പെൻഷനൊക്കെ ഇത് ശരിക്കും സ്റ്റോക്ക് വന്നതാണ്? ഇത് സ്റ്റോക്ക് വരുന്നത്, സ്പ്രിംഗ് എല്ലാം സ്റ്റോക്ക് വരുന്നതാണ്. ബാക്കിൽ ഒരു ചെറിയ ബുഷിട്ട് ഒക്കെ ഉണ്ട്, അതായത് ടയറും ബോഡിയും ടച്ച് ചെയ്യുന്നുണ്ടാവും. അതായത് വീലൊരു പൊടിക്ക് പുറത്തേക്കാ കിടക്കണേ. അപ്പൊ നോർമലി ശരിക്കും സൈസ് കൂട്ടിയിട്ടുണ്ടോ? ഫ്രണ്ടിലത്തെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതായത് ബാക്കിൽ അല്ലെങ്കിൽ കുറച്ച്, അതായത് വണ്ടി ബാക്ക് ഇങ്ങനെ പുറകിൽ പൊങ്ങി നിൽക്കും, ഫ്രണ്ടില് ഭയങ്കര താഴ്ന്നു കിടക്കണം. അപ്പൊ ഇപ്പൊ നോർമൽ ആവാനായിട്ട് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇപ്പോ ടയറിന്റെ സൈസിന് വ്യത്യാസപ്പെടുത്തി ഇട്ടേക്കണത്. അതിന് കുറച്ചും കൂടെ കിടക്കാനായിട്ട് 800 ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാക്ക് കുറച്ച് പൊന്തിയത് സ്പേസർ ഇടുമ്പോ ഭയങ്കരമായിട്ട് ഒരു അലമ്പ് തോന്നും, കാണാനൊരു ഭംഗിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ടെയിൽ ലാമ്പും അതൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ? ടെയിൽ ലാമ്പും ടൈപ്പ് 3 ആക്കിയേക്കണം. ബ്രോ, പിന്നെ ഈ വണ്ടിയുടെ പവർ ഒക്കെ എങ്ങനെയുണ്ട്? പവർ എന്ന് പറയുമ്പോഴത്തേക്കും പഴയ വണ്ടിയാണ്, ഇപ്പോഴത്തെ വണ്ടിയുടെ അത്രയും പവർ ഉണ്ടാവണമെന്നില്ല. 800 അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും 800 cc ഉള്ളൂ, 37 bhp സംതിങ് ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാണിക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് എഞ്ചിൻ കാണിക്കുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഒരു പവർ ഫീൽ ചെയ്യുമായിരിക്കും. പവർ ഫീൽ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനൊരു വണ്ടി ഭയങ്കര ആസ്വദിച്ച് ഓടിക്കണതാണ്. ഞാൻ 40-ന് വില പൊതുവെ കയറ്റാറില്ല വണ്ടി. വല്ല ദൂരെ യാത്രകളിൽ പോകുമ്പോ അല്ലാണ്ട് നമ്മള് നോർമൽ സിറ്റിയിലൊക്കെ ഉപയോഗിക്കണ ഒരു 40-45. ശരിക്കും എന്റെ ഒപ്പം പുറകെ പിടിച്ച് തന്നെ വണ്ടിക്ക് ശരിക്കും ഭ്രാന്താവും. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടോയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിനാണ് കുറച്ചുകൂടി പവർ കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതാണ് അങ്ങനെ ചോദിച്ചത്. പിന്നെ വല്ല കയറ്റം വലിക്കാനുള്ള ബുദ്ധിമുട്ടോ വലിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല വണ്ടിക്ക്. ഇതുവരെ വണ്ടി ഏത് കയറ്റം വേണേലും കയറിക്കോളും. പിന്നെ ഉള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രോട്ടൽ റെസ്പോൺസ് ഭയങ്കര കുറവാണ്. അതായത് നമ്മള് വിചാരിക്കണോടത്ത് വണ്ടി കയറി കിട്ടൂല. ഇപ്പൊ ഓവർടേക്ക് ചെയ്യാനാണേലും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് വണ്ടിക്ക്, ലാഗ് ഉണ്ട്. അതായത് ചിലപ്പോ നമ്മളൊന്ന് AC ഓഫ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മള് ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇതുണ്ട്. അതിപ്പോ പുതിയ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോ വെറുതെ എടുത്തോണ്ട് പോവാം. ഈ വണ്ടീനെ നോക്കുമ്പോ ഒന്ന് പതിയെ കയറുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു സിറ്റി കൂടെ ഓടിക്കാൻ അടിപൊളിയായിരിക്കും. ചെറിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഗ്യാപ്പിൽ കൂടെ എവിടെയും കുത്തി കയറ്റിക്കൊണ്ട് പോകാനും പറ്റും, പാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 6 ഗ്ലാസ് വരുന്നുണ്ട് വാട്ടർ ഗ്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കുറച്ചും കൂടെ നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മറ്റേ മിഡില് വന്ന റിയർ വ്യൂ മിറർ, അത്രയും വിസിബിലിറ്റി ഉള്ള ഒരു മിറർ വേറെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ആണ് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ശരിക്കും ഒരു നല്ല സിറ്റി കാർ. എനിക്ക് തോന്നുന്നു സിറ്റി കാർ ആയിട്ടെങ്ങാണ്ടാണ് ശരിക്കും ഇറക്കിയത് ഈ വണ്ടി. അതെ, മെയിൻലി ഇപ്പൊ ഒരു ഡ്രൈവർ കാർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല മോഡിഫിക്കേഷൻ ഫ്രണ്ട്ലി ആണ് ഈ ഒരു വണ്ടി അല്ലേ? അതെ, ഈ ബോഡി ഷേപ്പ് ആണ് അതിനെ ഇതാക്കണം. അതെ. പിന്നെ വിന്റേജ് കാർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ. വിന്റേജ് കാർ ആയിട്ട് മാറണേന്ന് ഇപ്പൊ. പിന്നെ ഇതിന്റെ ഒരു ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. ടൈപ്പ് 2 ആയിരുന്നല്ലോ. ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടൈപ്പ് 2 ആയിരുന്നു, ഒരു ഗ്ലാസ് ടൈപ്പ് 3ലേക്ക് മാറ്റി ചെയ്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നോർമൽ വന്ന ബൾബിനേക്കാൾ ഞാൻ ഇപ്പൊ കുറച്ച് കൂട്ടിയിട്ടാണ് 110 എന്തോട്ടാണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേ കിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അത്യാവശ്യം വെട്ടം കൂടുതൽ കിട്ടുന്നുണ്ട്. അതായത് രാത്രി ആണെങ്കിലും അത്യാവശ്യം നല്ല വെട്ടമുണ്ട്, നല്ല വിസിബിളാണ്. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? ബ്രേക്കിങ്ങും കുറച്ച് ശോകമാണ്. നമുക്ക് പവർ ബ്രേക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ടൈപ്പ് ബ്രേക്ക് ആണ്. അതാകുമ്പോ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചവിട്ടി നിർത്തേണ്ടി വരും വണ്ടി. 1-2 ചവിട്ട് നമ്മുടെ പവർ എടുക്കേണ്ടി വരും വണ്ടി. ബ്രോ, പിന്നെ ഈ ഒരു വണ്ടി സർവീസ് ചെയ്യണൊക്കെ എങ്ങനെയാണ്? ഷോറൂമിൽ കൊടുത്ത് ചെയ്യാറുണ്ടോ? കാരണം ഇത്രയും പഴയ വണ്ടിയാണല്ലോ. ഷോറൂമിൽ കൊടുക്കാറില്ല. നമുക്കൊരു ലോക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ തന്നെയാണ് ഫുള്ള് ചെയ്യാറ്. വണ്ടി പണി തുടങ്ങിയത് അവിടെയാണ്. പിന്നെ ഒരാളെ തന്നെയാണ് നമ്മൾ എപ്പോഴും കാണിക്കാറ്. ഓക്കെ. നമ്മൾ ആദ്യം പറയാൻ പറ്റും ഇതിന്റെ ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ശരിക്കും എവിടെയായിരുന്നു ചെയ്തത്? മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തത് കത്രിക്കടവ് പുല്ലേപ്പടി റോഡിലൊരു റിപ്സൺ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് ചെയ്തത്. പെയിന്റിങ്ങും
കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തത്. എഞ്ചിൻ വർക്കും കാര്യങ്ങളെല്ലാം, സർവീസ് എല്ലാം അവിടെ ചെയ്യണത്. ഒരു 6 മാസം കൂടുമ്പോൾ നോർമൽ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ചെയ്യും. അത് ഓട്ടം കൂടുതലാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ ഇങ്ങനെ മാറ്റാറുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ലോങ് ഒക്കെ പോകുമ്പോൾ റേഡിയേറ്റർ കൂളന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്തോരം ഉണ്ടെന്ന്. അങ്ങനെ ഒന്ന് നോർമലി നോക്കിക്കൊണ്ട് കിടന്ന അത്യാവശ്യം സെറ്റായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ ഈ ഒരു വണ്ടി ഇത്രയും മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞതിൽ അർത്ഥം തോന്നണില്ല, ഇത്ര റീസ്റ്റോർ ചെയ്തെടുത്തതിന് അതിന്റെ ഒരു കോസ്റ്റ് എത്രയായിരുന്നു ശരിക്കും? റീസ്റ്റോർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് വന്നത് ഏകദേശം ഒരു പെയിന്റിങ്ങിനും ബമ്പർ എല്ലാം കൂടെ കൂട്ടി വർക്ക്ഷോപ്പിൽ മാത്രമായത് ഫസ്റ്റ് 35,000. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഞാൻ സൗണ്ടും ബാക്കി അലോയ്സ് ഇതെല്ലാം ചെയ്ത് ഒന്ന് സെറ്റായി. പിന്നെ അത് കഴിഞ്ഞ ഒരു എഞ്ചിൻ കംപ്ലൈന്റും കൂടെ വന്നായിരുന്നു. അതും കൂടെ കൂട്ടിയപ്പോഴേക്കും ഇപ്പൊ ഓവറോൾ കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 1.3 lakh അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ, വിത്ത് സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ. എല്ലാം മൊത്തത്തിലെല്ലാം ഒരിടത്തു തന്നെയാണോ ചെയ്തത്? അല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾ നമുക്ക് അവൈലബിലിറ്റി ഉള്ള പോലെ ഓരോ ഷോപ്പിൽ പോയി നമ്മൾ നോക്കും, എന്നിട്ട് അവിടെ നിന്ന് കാണുമ്പോൾ നമ്മൾ മേടിക്കുകയോ ചെയ്യണം. എല്ലാം ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ നമ്മളിങ്ങനെ നോക്കി ഇപ്പൊ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ അത് എടുക്കുക ചെയ്യണം. മനസ്സിലായി. ബ്രോ, പിന്നെ ഇതിന്റെ ഒരു മൈലേജ് ഒക്കെ എന്തോരം കിട്ടുന്നുണ്ട്? മൈലേജ് ആവറേജ് ഒരു 14 റേഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് സിറ്റിയിലാണോ അതോ സിറ്റി ഡ്രൈവിന് എത്ര? പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. മൈലേജ് ഉള്ള വണ്ടിയാണ്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു വൈപ്പറൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത്. അതെ, വൈപ്പർ വരുന്നത് മറ്റേ നമ്മുടെ വാഗനാറിന്റെ റിയർ വൈപ്പറാണ് വരുന്നത്. വർക്കിംഗ് ആണോ അതോ? വർക്കിംഗ് ആണ്. ഇത് സെന്നിന്റെ മോട്ടർ ഇട്ട് കൊടുത്തതാണ്. ഇതിനെന്തോരം കോസ്റ്റ് ഒക്കെ എന്തോരം ആയിരുന്നു? ഇത് ചെയ്തു വന്നപ്പോ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 3,000 ആണ്. 3,000 ആയി. അത്ര ആയിട്ടുണ്ടല്ലേ? വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോ അത് വെറുതെ ഒരു വൈപ്പർ ഇരുന്നായിരുന്നു, പക്ഷെ അകത്ത് കുറെ പണി ഉണ്ടായി. പുള്ളി റിസ്ക് എടുത്ത് ചെയ്തു തന്ന, കാരണം പുള്ളി ചെയ്തിട്ടില്ല ഇതിനു മുന്നേ വർക്ക്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ചെയ്തോന്ന് പറഞ്ഞ് ഞാൻ ഡ്രില്ലിന്റെ ബിറ്റൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ഹോൾ അടിച്ചിട്ടാ ചെയ്തേ. കാരണം ഈ വാഷർ കിട്ടാനും ഉണ്ടാവില്ല, നമ്മൾ പൊളിക്കണോടത്തുനിന്ന് എടുത്താ. കുറച്ച് റിസ്ക് എടുത്ത് ചെയ്താ, കാരണം ഇനി അതിന്റെ അകത്ത് വല്ല ഹോളും മണ്ടുണ്ടെങ്കിൽ അകത്തേക്ക് വെള്ളം ഇറങ്ങും. എന്തായാലും കാണാൻ രസമുണ്ടത്. പിന്നെ ബാക്കിൽ ടെയിൽ ലാമ്പും ഒക്കെ, ടെയിൽ ലാമ്പും ടൈപ്പ് 3 ആണ്. ലൈറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഇത്ര ഉപയോഗിച്ച് വെച്ചിട്ട് ബ്രോയ്ക്ക് നെഗറ്റീവ്സ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നെഗറ്റീവ്സ് ആകെ ഫീൽ ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടർ റെസ്പോൺസ് കുറവും, പിന്നെ ബ്രേക്കിങ്ങും. ഇതാണ് ആകെ നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. ബാക്കിയുള്ള എല്ലാം വെച്ച് നോക്കുമ്പോൾ വണ്ടി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. വേറെ അങ്ങനെ പറയത്തക്ക നെഗറ്റീവ് ഒന്നുമില്ല, കാരണം സാധാരണ ഒരു നോർമൽ മനുഷ്യന് അഫോർഡബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 83-ല് ഇറങ്ങിയ വണ്ടിയാണ്. ഇന്ദിരാഗാന്ധി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എടുത്ത വണ്ടിയും ഇതാണെന്ന് തോന്നുന്നു. കുറെ പേര് എടുത്തിട്ടുണ്ട് വണ്ടി. പലരുടെ ആദ്യത്തെ വണ്ടി ഇതായിരുന്നു. പിന്നെ ഈ ബോഡി ക്വാളിറ്റി ഇപ്പൊ വന്ന വണ്ടിക്ക് ഇല്ലട്ടാ. ഇറങ്ങണ ഒരു വണ്ടിക്ക് ബോഡി ക്വാളിറ്റി ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ കാർ ഓടിക്കണതിൽ ഒരാൾ പോലും 800 ഓടിച്ചിട്ടില്ലാത്ത ഒരാളില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ ഉപയോഗിക്കുന്ന വണ്ടി ഇതാണ്. അതെ. നമുക്ക് പെട്ടെന്ന് ഇന്ത്യക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല. അതെ. പാകിസ്ഥാനിൽ ഇറങ്ങിയിട്ടുണ്ട് മെഹ്റൻ എന്നുള്ള പേര്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ജപ്പാനായിരുന്നു SS80 എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ എടുത്തിട്ടാണ് നമ്മുടെ ആദ്യത്തെ 800 ഇവിടെ ഇറക്കിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഹരിക്ക് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.